ഞാൻ കല്യാണം കഴിച്ചതാണോ? എനിക്ക് കുട്ടികളുണ്ടോ? ഹായ്, ഞാൻ അഞ്ജലി. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വിജയദശമിക്ക് 2 ദിവസം മുന്നേ ഞാൻ ഡാൻസിൻ്റെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ ഓൺലൈൻ ഡാൻസ് ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു നമ്പർ വെച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റർ ഇട്ടിരുന്നത്. ആ പോസ്റ്റർ ഇട്ട് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇഷ്ടം പോലെ എൻക്വയറീസാണ് വന്നത്. എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഹാപ്പിയായി ഞാൻ. പക്ഷെ അതിൽ പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വാട്സപ്പ് ഉള്ളിൽ മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു 99% ആൾക്കാരും എന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഞാൻ കല്യാണം കഴിച്ചതാണോ? എനിക്ക് കുട്ടികളുണ്ടോ? എൻ്റെ നക്ഷത്രം ഏതാണ്? ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തുടങ്ങിയ ക്വസ്റ്റ്യൻസാണ് എനിക്ക് വന്നത് മുഴുവനും. അതിലേതാണ്ട് 1% ആൾക്കാർ മാത്രമാണ് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടത്. അവർക്കെല്ലാം തിരിച്ച് തന്നെ അതിൻ്റെ റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ വെച്ചിരുന്ന നമ്പർ എൻ്റെ നമ്പർ, അതിൽ കൊടുത്തിരുന്നത് എൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് നമ്പറാണ് ഞാൻ അതിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ വരുന്ന എൻക്വയറീസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് ഹാൻഡിൽ ചെയ്ത് ഇപ്പോൾ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, മോളെ നീ ഇതിനകത്ത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിനക്ക് വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ നീ പോസ്റ്റ് ഇട്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഇപ്പം ആ വിളിക്കുന്ന ആൾക്കാർ അച്ഛനോട് ചോദിക്കുന്നത് പിന്നെ കുച്ചിപ്പുടി പഠിപ്പിക്കുമോ, ഭരതനാട്യം പഠിപ്പിക്കുമോ, മോഹിനിയാട്ടം പഠിപ്പിക്കുമോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാം ഞാൻ പഠിപ്പിക്കാം, എടാ നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അച്ഛനാണ് ഇപ്പോൾ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ. ഞാൻ കോവിഡിന് ശേഷമാണ് ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലോട്ട് ഞാൻ പോയത്. നേരത്തെ ഞാൻ ഓഫ്ലൈനായിട്ടായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. കോവിഡിന് ശേഷമാണ് ഞാൻ ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് തിരിഞ്ഞത്. ഞാൻ ആദ്യമൊക്കെ ഒത്തിരി വിചാരിച്ചു ഈ ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം കുട്ടികളെ നേരിട്ട് വന്ന് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നുള്ള ഒരു കാറ്റഗറി പെടുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇത് ശരിക്കും പോവുമോ, ഓൺലൈനായിട്ടുള്ള ക്ലാസ് കുട്ടികൾക്ക് മനസ്സിലാവുമോ എന്നൊക്കെ ആദ്യം എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് പോയി പഠിക്കാൻ ഏതായാലും പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് തുടങ്ങിയത്. അങ്ങനെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്കത് എളുപ്പമായിട്ട് തോന്നി. മാത്രമല്ല പഠിക്കേണ്ടവർക്ക് എവിടെ ചെന്നാലും പഠിക്കാമല്ലോ. അതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും നമുക്ക് ഏത് ക്ലാസ് എങ്ങനെ ആണെങ്കിലും നമുക്കത് പഠിക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞിട്ട് 10-20 സ്റ്റുഡൻസ് ഓൺലൈനിൽ മാത്രം എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട്, അബ്രോഡുള്ളവരുണ്ട്, UK, കാനഡ, പിന്നെ UAE അവിടെയൊക്കെ ഉള്ള കുട്ടികളാണ് എനിക്ക് കൂടുതലുള്ളത്. അതിനകത്ത് അമ്മമാരും ഉണ്ട്, കൊച്ചു കുട്ടികളും ഉണ്ട്, വീട്ടമ്മമാരുണ്ട്, പിന്നെ ഈ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ടൈം അനുസരിച്ച് ആണ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു പോസ്റ്റർ ഇട്ടെന്ന് പറഞ്ഞാൽ അത് ഡാൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള പോസ്റ്ററാണ്. അപ്പോൾ ആ പോസ്റ്ററിനകത്ത് കാണുന്ന ആ നമ്പറിലേക്ക് ഡാൻസിന് ആവശ്യമുള്ളത്, ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം അതിലേക്ക് വാട്സപ്പ് മാത്രം ചെയ്യുക. അല്ലാതെ എനിക്ക് കല്യാണം ആലോചിക്കാനോ അല്ലെങ്കിൽ എൻ്റെ നക്ഷത്രം ഏതാണെന്നോ ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ചോദിച്ച് വിളിക്കരുത്. അതൊരു റിക്വസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ഇടുന്ന പല വീഡിയോസിനും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഞാൻ അവരുടെ അടുത്ത് പറയുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ട്. പക്ഷേ എനിക്കതിലൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് പബ്ലിക്കായിട്ടിടുന്ന വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. അപ്പോൾ അതെൻ്റെ ഒരു വരുമാന മാർഗം കൂടെയാണ്. ഞാൻ ആ ഡാൻസിനെ അത്ര ദൈവികമായിട്ട് കിട്ടിയ ഒരു കലയാണ്. അതിനെ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വരുമാന മാർഗവും അതാണ്. അപ്പോൾ അതൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളും അതിനെന്താ പറയുക, ആ രീതിയിൽ തന്നെ കാണണം. അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ എന്നെ വിളിച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. അപ്പോൾ ഡാൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ നമ്പർ യൂസ് ചെയ്യുക. വാട്സപ്പ് ഉള്ളിൽ മാത്രം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് മാത്രം ചെയ്യുക. എനിക്കിപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട്, സമയമായി. അപ്പോൾ ശരി, വീണ്ടും കാണാം. താങ്ക് യു, ബൈ.